ഇന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് അധികാരം ജനങ്ങൾക്ക്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അധികാര കേന്ദ്രീകരണം. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. അധികാര വികേന്ദ്രീകരണം സവിശേഷതകൾ. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. വികസനാവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 1882 റിപ്പൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭൂപരിഷ്കരണമാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശിക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 40 പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ. 1957 ഇത് സ്ഥാപിതമായത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ്. അടുത്ത അശോക് മേത്ത കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് സംവിധാനം, മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാ തല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. പട്ടികജാതി പട്ടികവർഗ സംവരണം. തുടക്കം രാജസ്ഥാനിൽ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. ഇപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ ഇന്ത്യയിൽ ആദ്യമായി വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നൗഗർ ജില്ലയിലാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്.
അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ഇതൊന്നുകൂടെ വായിക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആദ്യമായി വന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നൗഗർ ജില്ലയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. 1992 73-74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. അപ്പോൾ 73 ഭേദഗതി, 73 പഞ്ചായത്തി രാജ് സംവിധാനവും 74 നഗരപാലിക സംവിധാനമാണ്. ഇത് നിലവിൽ വന്നത് 1992. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനം. ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അടുത്ത 74-ാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനം. വാർഡ് സഭ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടന പഞ്ചായത്തി രാജ് സംവിധാനമാണെങ്കിൽ ആദ്യം ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും താഴെക്കിടയിലാണ് ഗ്രാമപഞ്ചായത്ത്, അതിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിൽ ജില്ലാ പഞ്ചായത്ത്. നഗരപാലിക സംവിധാനം മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. ജനകീയ ആസൂത്രണം കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പം 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവയ്ക്കുന്നു. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. ചുമതലകൾ പലവിധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്ന ബോർഡ് നിരീക്ഷിക്കൂ. ഏതൊക്കെ ചുമതലകളും സേവനങ്ങളുമാണ് അവ നിർവഹിക്കുന്നത് നോക്കാം. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ,
പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, നായ്ക്കൾക്ക് ലൈസൻസ് നൽകൽ എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളിൽ പ്രധാനമായും വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. അധികാര വികേന്ദ്രീകരണം കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനമാക്കേണ്ട അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്: പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത അവസ്ഥ, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത.